സ്നേഹമുള്ളവരെ, ഏവർക്കും DFM യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും യേശുവിനെ അറിയണം, യേശുവിനെ കുറിച്ച് പറയണം, യേശുവിന് വേണ്ടി ജീവിക്കണം പറഞ്ഞ് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ജീവിച്ച ഒരാളാണ്. കാരണം പൂർവികമായിട്ട് എല്ലാവരും ഹൈന്ദവ കുടുംബത്തിലുള്ളവരാണ്. യേശുവെ അറിയാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവം തന്നെ ചില സാഹചര്യങ്ങളെ ഒരുക്കി തന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് 2 ചേച്ചിമാരും ഞാനും എൻ്റെ പെങ്ങളെയും ട്വിൻസാണ്. എൻ്റെ അപ്പൻ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു. അമ്മ മാത്രമാണ് ഉള്ളത്. അമ്മയാണ് എന്നെ വളർത്തിയത്, ഞങ്ങളെല്ലാവരെയും വളർത്തിയത്. സ്വന്തം നാട് തമിഴ്നാട്ടിൽ ട്രിച്ചിയാണ്. ജനിച്ചു വളർന്നത് ഊട്ടിയിലാണ്. ചെറുപ്പത്തിലെ എനിക്ക് ഒരു ശരീരത്തിൽ ചെറിയൊരു മുള ഉണ്ടായിരുന്നു. ആ മുള ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് പ്രായം വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്താലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തലയ്ക്കും ഞരമ്പിനും പോകാനുള്ള ഒരു ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ കാരണമുണ്ട്. സോ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ അഥവാ ചെയ്താലും സംസാരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ എന്നെ വിട്ടു. ഞാൻ വളർന്നതോറും ആ കട്ടിയും എൻ്റെ ആ മുളയും എൻ്റെ ശരീരത്തിൽ വളരാൻ തുടങ്ങി. പിന്നെ ചെറുപ്പത്തിൽ ഒരു 10 വയസ്സാകുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എല്ലാ ജോയിൻറ്റ് പെയിൻ, ശരീരത്തിലുള്ള എല്ലാ എലുമ്പ് ഭാഗത്തും അങ്ങനെ വീർക്കാൻ തുടങ്ങും, വേദനയ്ക്കും. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ട്. എപ്പോൾ നോക്കിയാലും ജലദോഷവും പനിയും കവക്കെട്ടും. 1 വർഷം തന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ ജീവിച്ച് പോയ ഒരു വ്യക്തിയാണ്. അവസാനം ഡോക്ടർമാർ ഒരു 10 വയസ്സാകുമ്പോൾ തന്നെ രോഗം കൂടുതലായി മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആളാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ദൈവകൃപയാൽ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഒരു കാലാവസ്ഥ ഒരു ചേഞ്ചിന് വേണ്ടി എൻ്റെ അമ്മയും സ്വന്തക്കാരൊക്കെ ചേർന്ന് തന്നെ എൻ്റെ വലിയമ്മ വീട്ടിൽ പഠിക്കാൻ വേണ്ടി വിട്ടു. അങ്ങനെ തമിഴ്നാട്ടിൽ പ്ലെയിൻസിൽ ട്രിച്ചിൽ പോയി ജീവിക്കുമ്പോൾ പതുക്കെ അങ്ങനെ ശരീരത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടായി. കാലാവസ്ഥ മാറിയപ്പോൾ ശ്വാസമുട്ടലും ചെറിയ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ച് IT വരെ പഠിച്ചിട്ട് പിന്നെ ജോലി കിട്ടി ചെന്നൈയിലെ ജോലിക്ക് വേണ്ടി പോയി. ആ സമയത്ത് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ പിന്നെയും ശരീരത്തിൽ വരാൻ തുടങ്ങി. ഒരു വലിയ ഫീവർ വന്നിട്ട് പണിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട സിറ്റുവേഷൻ 2 ദിവസം വന്നു. അപ്പോഴാണ് ഡോക്ടർമാർ എന്നെ പരിശോധിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വേറൊരു അസുഖമുണ്ട്. അസുഖം എന്താ വെച്ചാൽ എൻ്റെ ഹാർട്ടിൽ 2ഉം ബ്ലോക്കായിപ്പോയി. ഡോക്ടർമാർ ഒരു 2002 ഡോക്ടർമാർ ചെന്നൈയിൽ വെച്ച് പറഞ്ഞത്. വൈദിക ശാസ്ത്രം അനുസരിച്ച് ഒരു 3 വർഷത്തേക്ക് മാത്രം എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മരിക്കും പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താലും ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ ജീവിക്കാൻ പറ്റൂ, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും കേരളത്തിലും ബാംഗ്ലൂരിലും 4 സ്റ്റേറ്റിൽ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ടും സെയിം റിപ്പോർട്ടാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ആ കാലഘട്ടങ്ങളിൽ സങ്കടത്തിലും ദുഃഖത്തിലും ജീവിച്ച ഒരു വ്യക്തിയാണ് എന്നാണ്. ആറിൻ്റെ അടുത്തും പറയാണ്ട് അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ വിഷമിച്ചിട്ട് നടന്നു. അപ്പോഴാണ് ഒരു ദിവസം എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ഇളയപ്പനാണ് എൻ്റെ അമ്മയെ വിളിച്ച് യേശുവിനെ കുറിച്ചും ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ധ്യാനം കൂടിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ കുടലിൽ പുക വലിച്ചും വെള്ളടിച്ചും ഒരു ഓൾസൊക്കെ ആയി ഡോക്ടർമാർ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ഒരു 25 വർഷം മുമ്പ് ഇവിടെ ധ്യാനം കൂടുമ്പോൾ നായ്ക്കൽ പങ്കളച്ചൻ ആരാധന സമയത്ത് ദൈവം തൊട്ട് അദ്ദേഹത്തെ സുഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ച് അവിടുന്ന് വരുത്തി ചെന്നൈയിൽ നിന്ന്. അങ്ങനെ ഞാൻ ഊട്ടിയിലേക്ക് പോയി. പിന്നെ അവരുടെ സാക്ഷ്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് യേശുവിൻ്റെ മേലെ ഒരു ചെറിയ വിശ്വാസം വന്നു. ശബരിമലയ്ക്ക് വന്ന് അവസാനം മാളെടുക്കണം വിചാരിച്ചിട്ടാണ് നിന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഇവർ പറഞ്ഞപ്പോൾ ഓക്കെ, ഇനി എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ് ഈ ലോകത്തിലുള്ളത്, ആ ദൈവത്തെ എനിക്ക് മതി പറഞ്ഞിട്ട് 2004 ആ കുടുംബമടക്കം എന്നെ ഇവിടെ കൊടുന്നു ചാലക്കുടി ഡിവൈനിലേക്ക്.
അപ്പോൾ യേശുവിനെ കുറിച്ചും കൂടുതൽ ഒന്നും അറിയത്തില്ല. ധ്യാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒറ്റ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നെ സുഖപ്പെടുത്തണം. പ്രാർത്ഥിച്ചു. ആ ധ്യാനത്തിൻ്റെ ഇടയിൽ എനിക്ക് കുറേ വിശ്വാസം വന്നു. യേശു വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ യേശു ഉണ്ടെന്ന് ഒരു വിശ്വാസം വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച ധ്യാനം കൂടുമ്പോൾ എന്നെ കൂടുന്നവർ മലയാളത്തിലാണ് ധ്യാനം കൂടിയത്, ഞാൻ തമിഴിലാണ് ധ്യാനം കൂടിയത്. അപ്പോൾ ആ ധ്യാനത്തിൽ വെച്ച് നായ്ക്കൽ പറമ്പിലച്ചൻ ശരവണൻ എന്ന ഒരു 5 സഹോദരനെ ദൈവം തൊടുന്നു പറഞ്ഞ് ഒരു സന്യാസം പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല, എന്നെ കൊണ്ടുവന്നവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് ദൈവം എന്നെ തൊട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ദൈവം എന്നെ തൊട്ടിട്ടുണ്ടാവും. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ധ്യാനത്തിൽ വെച്ച് കുറേ സങ്കടം, ഞാനൊരു രോഗിയാണ് പറഞ്ഞ ചിന്തയൊക്കെ മാറി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വീട്ടിൽ പോയിട്ട് പിന്നെയും എൻ്റെ മാമൻ്റെ മകളെയൊക്കെ കൊടുന്ന് പിന്നെയും ഒരാഴ്ച ധ്യാനിക്കാൻ വന്നിട്ട് ആ ധ്യാനത്തിൽ കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിച്ച് സ്തുതിച്ചും പ്രാർത്ഥിച്ചും എന്നെ കൊണ്ട് അറിയുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനായും നാഥനായും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റു. അത് അങ്ങനെ പറയാൻ തുടങ്ങി, യേശുവാണ് എൻ്റെ ദൈവം, യേശുവിനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ധ്യാനം കഴിഞ്ഞ് അങ്ങനെ പോയി. അല്പം ഒന്ന് പറയട്ടെ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 19 വർഷമായി ഡോക്ടർ നിയമം അനുസരിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കാൻ പാടില്ല, പ്രത്യേകിച്ചിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല, ഇന്നും പ്രത്യേകിച്ചിട്ട് ഭാരം ചുമക്കാൻ പാടില്ല, ദാമ്പത്യ ജീവിതം ജീവിക്കാൻ പാടില്ല, എസ്പെഷ്യലി കുഞ്ഞ് ജനിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വൈദ്യശാസ്ത്രം ഒരു റിപ്പോർട്ടായിട്ട് എഴുതി കൊടുത്തതാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ജീവനോട് ജീവിക്കുന്നത്, ജീവനോട് ഉള്ളത് യേശു ജീവനോട് ഉള്ളത് കൊണ്ടാണ്. കാരണം കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഇതുവരെ വെറും മരുന്നും കഴിച്ചിട്ടില്ല, ഒരു ഡോക്ടറിനെയും കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 13 വർഷങ്ങളായി. ആ അവസരത്തിൽ എൻ്റെ ബന്ധുക്കളും എനിക്ക് എൻ്റെ അമ്മയപ്പനൊക്കെ എൻ്റെ ശരീരം കണ്ടിട്ട് എൻ്റെ കുടുംബജീവിതം നയിക്കാൻ പറ്റില്ല, അവനെ കൊണ്ട് കൊച്ചുണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞ് അങ്ങനെ കുറേ കളിയാക്കി വിഷമിച്ചു. അപ്പോഴും ഞാൻ ദൈവത്തെ വിശ്വസിച്ചു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ജീവനുള്ള ദൈവം എനിക്ക് കുഞ്ഞിനെ തരും പറഞ്ഞ് വിശ്വസിച്ചു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു കൊച്ചിനെ വേണം പറഞ്ഞാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ഈ 2 കൊച്ചിനെ തന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ ഒരു 10, 15, 18 വർഷങ്ങളായിട്ട് ചാലക്കുടി ഡിവൈനിൽ ഞാൻ 10, 18 വർഷമായിട്ടുണ്ട്. ചാലക്കുടി ധ്യാന കേന്ദ്രത്തിൽ തമിഴ് വിഭാഗത്തിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തമിഴായതുകൊണ്ട് മലയാളം സംസാരിക്കാനോ മലയാളം വായിക്കാനോ ഒന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ പേരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ദൈവത്തെ അറിഞ്ഞ ശേഷം. അതായത് ദൈവം എനിക്ക് ലാംഗ്വേജ് പഠിപ്പിച്ചു. 2014 അട്ടപ്പാടി സിഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രീച്ചേഴ്സിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സന്തോഷ് ടി ബ്രദറാണ് ആ ധ്യാനം നയിച്ചത്. ആ ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ കൂടുതൽ ബ്രദർമാരും ഞാനും ആ ധ്യാന കേന്ദ്രത്തിൽ പോയി പങ്കെടുത്തു. ആ ദിവസങ്ങളിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ബ്രേക്ക് വിട്ടപ്പോൾ ആ ധ്യാനത്തിൽ 100 പേരുണ്ടായിരുന്നു. 100 പേരിൽ 97 പേരും മലയാളികളാണ്. ഞങ്ങൾ 3 പേരാണ് തമിഴ്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും കൂടുതൽ മലയാളം ഒന്നും അറിയത്തില്ല, ഒട്ടും എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ ബുക്ക് സ്റ്റാളിൻ്റെ അടുത്ത് പോയി ബുക്ക് സ്റ്റാളിൽ നോക്കുമ്പോൾ ഞാനും വെറുതെ കാഴ്ച കാണാൻ വേണ്ടി അവിടെ പോയി. അപ്പോൾ സന്തോഷ് ബ്രദർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ധ്യാനത്തിന് ഞങ്ങൾ അയച്ചത് തമിഴിൽ രാജേന്ദ്രൻ പറഞ്ഞ ഒരു ബ്രദറാണ് അവിടെ ഞങ്ങൾ അയച്ചു വിട്ടത്. അപ്പോൾ ആ പുസ്തകം അങ്ങനെ നോക്കുമ്പോൾ കുറേ പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്തിനാണ് നോക്കുന്നത്, മേടിച്ച് വായിച്ചത്. ഞാൻ പറഞ്ഞു വായിക്കാറില്ല. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു ദൈവം എടുത്ത് വായിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ദൈവത്തെ വിശ്വസിച്ചു. പിന്നെ ആ പുസ്തകം ആ സ്റ്റാളിൽ നിന്ന് എടുത്ത് ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. തുറന്ന് കണ്ണിൽ നോക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ആരോ ചില വാക്കുകളൊക്കെ, ഒരു വാക്ക് എനിക്ക് അറിയത്തില്ല മലയാളത്തിൽ, ഏതാണ് ഷാ ഏതാണ് ആണ് ഒന്നും അറിയത്തില്ല. പക്ഷേ അപ്പം തന്നെ അവർ എൻ്റെ ഉള്ളിൽ പറയുന്നത് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ 2-3 വാക്ക് ലൈൻ വായിച്ചപ്പോൾ തൊട്ടടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ശരിയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാണല്ലോ, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ ആ ദിവസങ്ങളിൽ ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവാത്മാവ് മലയാളം പഠിക്കാനുള്ള കൃപ തന്നു. സ്നേഹമുള്ളവരെ, ഈ മാസങ്ങളിൽ ഈ വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട ജോർജ് പണിക്കലച്ചൻ്റെ ഒരു പുസ്തകം പഴയ മനസ്സിനെ ഉറിഞ്ഞിക്കളയേണ്ടത് എങ്ങനെയാണ്. ആ പുസ്തകം ഞാൻ മലയാളത്തിൽ 2 പ്രാവശ്യം ഈ കോവിഡിൻ്റെ സമയത്ത് വായിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ
ഇത് തമിഴ് ജനങ്ങൾക്ക് ആക്കിയാലോ പറഞ്ഞത്, തമിഴാക്കിയാലോ പറഞ്ഞത് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനടുത്ത് അനുവാദം ചോദിച്ചു, അച്ഛൻ അനുവാദം തന്നു. ഒരു 250 പേജുള്ള ഒരു പുസ്തകമാണ് ഈ ദിവസങ്ങളിൽ. ഇത് തമിഴിൽ ചെയ്യാനുള്ള കൃപ ദൈവം തന്നു. സ്നേഹമുള്ളവരെ, യേശുവിനെ ഞാൻ വിശ്വസിച്ചു, ദൈവം എന്നെ സമർത്ഥമായി അനുഗ്രഹിച്ചു. നിങ്ങളും യേശുവിനെ വിശ്വസിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തീരുമാനം എടുക്കുക. ആ യേശു നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കും. ഗാഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.